എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ മാർച്ച് മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏറെ സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാനത്ത് പെൻഷൻ വിതരണം തിങ്കളാഴ്ച രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. 12 മാർച്ച് മാസത്തെ 2000 രൂപയുടെ ഗഡു ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. മാർച്ച് മാസത്തെ 2000 രൂപയും ഏപ്രിൽ മാസത്തെ 2000 രൂപയും ഉൾപ്പെടെ ആകെ 4000 രൂപയാണ് ഓരോ ഗുണഭോക്താവിനും ലഭിക്കുന്നത്. ഈസ്റ്റർ വിഷു ആഘോഷങ്ങൾ പ്രമാണിച്ചുകൊണ്ടാണ് ഏപ്രിൽ മാസത്തെ തുക കൂടി മുൻകൂറായിട്ട് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. നിലവിലെ മാർച്ച് മാസത്തെ പെൻഷനായിട്ടുള്ള 2000 രൂപയുടെ ഭൂരിഭാഗം പേരുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആയിരിക്കുന്നതാണ്. ഏപ്രിൽ മാസത്തെ പെൻഷനായിട്ടുള്ള 2000 രൂപ ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ വീണ്ടും ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. മാർച്ച് മാസത്തെയും ഏപ്രിൽ മാസത്തെയും പ്രത്യേകമായിട്ടാണ് DBT-സെല്ലിൽ നിന്ന് പെൻഷൻ തുക അയക്കുന്നത്. ഏകദേശം 63 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കായിട്ട് 200 കോടി രൂപയിലധികം ചിലവഴിച്ചുകൊണ്ടാണ് ഈ പെൻഷൻ വിതരണം നടക്കുന്നത്. ഇതിൽ 26 ലക്ഷത്തിലധികം പേർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയാണ് തുക ലഭിക്കുന്നത്. DBT സംവിധാനം വഴിയായതിനാൽ വരും മണിക്കൂറുകളിൽ ഘട്ടം ഘട്ടമായിട്ട് വിവിധ ബാങ്കുകളിൽ പ്രധാനമായിട്ടും തുക ക്രെഡിറ്റ് ആകുന്നതാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ലഭിക്കുന്നവർക്കാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വീടുകളിലേക്കുള്ള സഹകരണ ജീവനക്കാർ വഴിയുള്ള പെൻഷൻ വിതരണം നാളെ മുതലായിരിക്കും സജീവമാകുന്നത്. പെൻഷനിൽ കേന്ദ്ര വിഹിതമുള്ളവർക്ക് ആ തുക കുറഞ്ഞായിരിക്കും ആദ്യഘട്ടത്തിൽ അക്കൗണ്ടിലേക്ക് എത്തുന്നത്. 200, 300, 500 എന്നിങ്ങനെയാണ് കേന്ദ്ര വിഹിതമുള്ളത്. എന്നാൽ 2 മാസത്തെ തുക അക്കൗണ്ടുകളിലേക്ക് എത്തുമ്പോൾ 400, 600, 1000 എന്ന തുകകൾ കുറഞ്ഞായിരിക്കും കേന്ദ്ര വിഹിതം കൈപ്പറ്റുന്നവർക്ക് ലഭിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കേന്ദ്ര സർക്കാരിൻ്റെ PFMF സംവിധാനം വഴി ഈ തുക കേന്ദ്ര വിഹിതം കൈപ്പറ്റുന്നവരുടെ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആകുന്നതാണ്. ഈ തുക ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് എത്തുന്നത്. ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണത്തിൽ വാർദ്ധക്യകാല പെൻഷൻ, അതോടൊപ്പം തന്നെ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, കർഷക തൊഴിലാളികൾക്കുള്ള പെൻഷൻ, അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്കുള്ള സഹായം എന്നിവയെല്ലാം തന്നെ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം ലഭിക്കുന്നവർക്കും വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. ഈസ്റ്ററും വിഷുവും കണക്കിലെടുത്ത് ഏപ്രിൽ മാസത്തെ പെൻഷൻ മുൻകൂറായിട്ട് നൽകുന്നതിനാൽ ഏപ്രിലിൽ ഇനി 2000 രൂപയുടെ ക്ഷേമ പെൻഷന്റെ വിതരണം ഉണ്ടായിരിക്കുന്നതല്ല. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് വലിയൊരു തുകയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 5 ഗഡുക്കൾക്കായിട്ട് 1600 രൂപ വീതമാകെ 8000 രൂപയോളം ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. മാർച്ച് 27 മുതലാണ് ഭൂരിഭാഗം പേർക്കും അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആയിട്ട് തുടങ്ങിയിരിക്കുന്നത്. ചിലർക്ക് 3 മാസത്തെ തുകയാണ് ക്രെഡിറ്റ് ആയത്. വരും ദിവസങ്ങളിൽ അങ്ങനെയുള്ളവർക്ക് 2 ഗഡു കൂടി എത്തുന്നതാണ്. ഈ വിഭാഗത്തിൽപ്പെട്ടവർക്കും തുക ലഭ്യമായി തുടങ്ങിയത് വലിയൊരു ആശ്വാസകരമാണ്. പെൻഷൻ തുക നേരിട്ട് കൈകളിൽ ലഭിക്കുന്നവർക്ക് സഹകരണ ബാങ്ക് ഉദ്യോഗസ്ഥർ വഴി വീടുകളിലേക്ക് എത്തിക്കുന്നതാണ്. ഏപ്രിൽ 1, 2, 3 തീയതികളിൽ തുടർച്ചയായിട്ട് ബാങ്ക് അവധി വരുന്നതിനാൽ പണം പിൻവലിക്കുവാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം തന്നെ ബാങ്കിലെത്തുകയോ ATM സംവിധാനങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യേണ്ടതാണ്. അക്കൗണ്ടുകളിൽ പണം ക്രെഡിറ്റ് ആകുമ്പോൾ SMS ലഭിക്കാത്തവർ ബാങ്കിൽ നേരിട്ടോ ATM വഴിയോ ബാലൻസ് പരിശോധിക്കേണ്ടതാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളിലേക്ക് തുക എത്തിച്ചേരുന്നതോടുകൂടി വിതരണ നടപടികൾ പൂർത്തീകരിക്കുന്നതാണ്. അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നവർ അക്കാര്യം ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.